ഹലോ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഹോം മേക്കേഴ്സ് ഡെയിലി പ്ലാനറിനുള്ള കുറച്ച് ഐഡിയാസാണ്. അപ്പോൾ ആദ്യത്തെ എന്ന് പറഞ്ഞാൽ നമുക്ക് മോർണിംഗ് സെക്ഷൻ എന്ന് വയ്ക്കാം. മോർണിംഗ് സെക്ഷനാണ് എൻറ്റയർ ഡേൻ്റെ ടോൺ സെറ്റ് ചെയ്യുന്നതല്ലേ. അപ്പം രാവിലെ കറക്റ്റ് ടൈമിന് എഴുന്നേൽക്കുക, ക്വിക്കായിട്ടൊരു സെൽഫ് കെയർ റുട്ടീൻ, അതുപോലെ നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ പ്രയോറിറ്റൈസ് ചെയ്യുക, ഇതെല്ലാം നമുക്ക് രാവിലെ തന്നെ പ്ലാൻ ചെയ്ത് വെക്കേണ്ടതാണ്. പിന്നെ ബ്രേക്ക്ഫാസ്റ്റ്, കുട്ടികളുടെ ഫുഡ്, അതുപോലെ അന്നത്തെ കാര്യങ്ങളൊക്കെ ഒന്ന് ചെക്ക് ചെയ്യുക. പിന്നെ ഗ്രാറ്റിറ്റ്യൂഡ് അങ്ങനെ എഴുതുന്ന ആൾക്കാരുണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് ചെയ്യുക, നമ്മുടെ മെൻറ്റൽ പോസിറ്റിവിറ്റിക്ക് വേണ്ടിയിട്ട്. അങ്ങനെ നമ്മളൊരു മോർണിംഗ് റുട്ടീന് വേണ്ടിയിട്ട് ഒരു സെക്ഷൻ ഡെഡിക്കേറ്റ് ചെയ്യുന്നത് ആ ഒരു മോർണിംഗ് നമ്മുടെ തിരക്ക് പിടിച്ച സമയം ഒന്ന് റുട്ടീനാക്കാൻ വേണ്ടിയിട്ട്, ഒന്ന് എന്താ പറയുക, സെറ്റാക്കാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യും. അപ്പോൾ നമ്മുടെ സ്ട്രെസ്സ് കുറയ്ക്കാനും, അതുപോലെ നമ്മൾ ഓർക്കാത്ത കാര്യങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതൊക്കെ പെട്ടെന്നൊന്ന് ഓർത്തെടുക്കാനും, ഉച്ചവരെ നമുക്കൊരു മൊമെൻറ്റം കിട്ടാനും എല്ലാം ഇത് സെറ്റ് ചെയ്യും. അപ്പോൾ കറക്റ്റായിട്ട് നമ്മൾ റിമൈൻഡേഴ്സൊക്കെ സെറ്റ് ചെയ്യുമ്പോൾ ഒന്നും മിസ്സാവുന്നില്ല എന്നുള്ളത് നമുക്ക് നല്ല കാം ആൻഡ് പ്രൊഡക്റ്റീവായിട്ട് മോർണിംഗ് സെക്ഷൻ ഇരിക്കാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യും. പിന്നെ നമുക്കിഷ്ടമുള്ള പോലെ ഓരോരോ ബ്ലോക്കുകളാക്കാം കേട്ടോ. ഇതിപ്പോൾ ഞാനിങ്ങനെ ഒരു രീതിയിൽ പറയുന്നതേ ഉള്ളൂ. ഇനി ആഫ്റ്റർനൂൺ സെക്ഷൻ നമുക്ക് ലഞ്ച് കഴിഞ്ഞുള്ള കാര്യങ്ങൾ, വീട്ടിൽ ബാക്കി നമ്മൾ ചെയ്യുന്ന മെയിൻ്റനൻസും ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ അങ്ങനെ നമുക്ക് ചെയ്യാം. അല്ലെങ്കിൽ അടുത്ത ദിവസത്തേക്കുള്ള മീൽ പ്രിപ്പറേഷന് സമയം കുറച്ച് വയ്ക്കാം. തുണികൾ അലക്കാനുള്ളത്, പിന്നെ എന്താ പറയുക, കുറച്ചൊക്കെ ക്ലീനിങ്, പിന്നെ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ ബില്ലടയ്ക്കാനോ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ചെയ്യുക. അതുപോലെ ഫാമിലി മെമ്പേഴ്സിൻ്റെ കാര്യങ്ങൾ നോക്കുന്നതും, സ്കൂൾ കഴിഞ്ഞുള്ള കാര്യങ്ങൾ, പിന്നെ വേറെ എന്തെങ്കിലും അപ്പോയിൻമെൻറ്റ്സ്, ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം തന്നെ നമുക്ക് ആ തിരക്ക് കഴിഞ്ഞുള്ള സമയത്തേക്ക് സ്കെഡ്യൂൾ ചെയ്ത് വയ്ക്കാം. അപ്പോൾ ഇതും ഇങ്ങനെ ടാസ്കുകൾ കുന്നുകൂടുന്നത്, നമ്മൾ മടി പിടിച്ചിരിക്കാണ്ട് ആ ഒരു ടൈം അതിന് അലോക്കേറ്റ് ചെയ്യുന്നതിന് ഹെൽപ്പ് ചെയ്യും. അപ്പോൾ ഈവനിങ് കുറച്ചുകൂടി നമുക്ക് കാമായിട്ടിരിക്കാൻ പറ്റും. ഇതിൻ്റെ ഇടയിൽ ഒരു 20 മിനിറ്റ്സ് ഒക്കെ ഒരു ബ്രേക്ക് വയ്ക്കുക. അപ്പം നമുക്ക് ആ ഒരു എനർജി ലെവൽ നമുക്ക് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റും. നമ്മൾ ആ ഒരു ട്രാക്കിൽ തന്നെ പോവുകയും ചെയ്യും. ഇനി ഈവനിങ് സെക്ഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ കൂടുതലൊരു വൈൻഡിങ് അപ്പാണ് അല്ലേ. ബാക്കി എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ ചെയ്യും. പിന്നെ ഡിന്നർ പുതിയതായിട്ട് ഉണ്ടാക്കണമെങ്കിൽ അത് ചെയ്യാം. പാത്രങ്ങളൊക്കെ കഴുകി വയ്ക്കുക. പിന്നെ ബാക്കി കോമൺ ഏരിയാസൊക്കെ ഒന്ന് ടൈഡി അപ്പ് ചെയ്യുക. അടുത്ത ദിവസത്തേക്കുള്ള യൂണിഫോം, സ്കൂൾ ബാഗ്, അതൊക്കെ കുട്ടികളെ കൊണ്ട് ചെയ്യിപ്പിക്കുക. പിന്നെ ഒന്ന് റിലാക്സ് ചെയ്യാനും ഫാമിലി ആയിട്ടൊക്കെ സ്പെൻഡ് ചെയ്യാനും ഒക്കെയുള്ള സമയം നമ്മൾ നോക്കുക. പിന്നെന്താ, അടുത്ത ദിവസത്തെ കാര്യങ്ങൾ കറക്റ്റായിട്ട് പോകാൻ വേണ്ടിയിട്ട് തലേദിവസം ചെയ്യേണ്ട കാര്യങ്ങളുണ്ടെങ്കിൽ അതും നമുക്ക് ചെയ്യാം. അപ്പോൾ പിറ്റേ ദിവസം നമുക്ക് നല്ല കാമായിട്ട് തന്നെ ബിഗിൻ ചെയ്യാൻ പറ്റും. നൈറ്റ് ടൈമിൽ നമുക്ക് ആ ഒരു ദിവസത്തെ എങ്ങനെ പോയി എന്നുള്ള ഒരു ജസ്റ്റ് ഒന്ന് റിഫ്ലക്റ്റ് ചെയ്യുക. അതുപോലെ അടുത്ത ദിവസത്തേക്കുള്ള പ്രിപ്പറേഷൻസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ജസ്റ്റൊക്കെ ഒന്ന് സെറ്റ് ചെയ്ത് വയ്ക്കുക. എന്തൊക്കെ നമ്മൾ അന്ന് അച്ചീവ് ചെയ്തു, എന്തൊക്കെ ചാലഞ്ചസ് ഉണ്ടായിരുന്നു, എന്തൊക്കെ നമ്മൾ സക്സസ്ഫുള്ളി ചെയ്തു, അതുപോലെ അന്ന് എന്തൊക്കെ താങ്ക്ഫുൾ ആവാനുള്ള കാര്യങ്ങളുണ്ടായിരുന്നു, എന്തൊക്കെ ഡെയിലി എക്സ്പീരിയൻസസ് നമുക്കുണ്ടായിരുന്നു, നാളത്തേക്ക് എന്തൊക്കെ പ്ലാൻ ചെയ്യണം, ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ പ്രയോറിറ്റൈസ് ചെയ്ത് വെക്കുക. അതുപോലെ ബ്രീഫായിട്ട് നമുക്ക് എന്തെങ്കിലും സ്കിൻ കെയറും കാര്യങ്ങളൊക്കെ ചെയ്യുക, ബുക്ക് വായിക്കാനുണ്ടെങ്കിൽ വായിക്കുക, ജേർണലിങ് ചെയ്യുക. ഇത് ഒറ്റയടിക്ക് നമുക്ക് ഇതൊക്കെ നേടിയെടുക്കാൻ പറ്റില്ല കേട്ടോ. നമുക്ക് ഇത് ഇങ്ങനത്തെ പയ്യെ ഇതിൽ ഓരോന്ന് ഇൻക്ലൂഡ് ആക്കി കൊണ്ടുവരികയാണ് ചെയ്യുക. അപ്പോൾ 10-15 മിനിറ്റൊക്കെ നമുക്ക് ഒരു വൈൻഡിങ് അപ്പ്, ഒരു റിലാക്സ് ടൈമായിട്ട് അങ്ങനെയും കൊടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. അപ്പോൾ പിറ്റേ ദിവസം നമുക്ക് നല്ലൊരു കാമായിട്ട് എണീക്കാൻ പറ്റും. അങ്ങനെ നമ്മൾ മോർണിംഗ് സെക്ഷൻ, ആഫ്റ്റർനൂൺ സെക്ഷൻ, ഈവനിങ് സെക്ഷൻ, നൈറ്റ്, അങ്ങനെ 4 സെക്ഷനായിട്ട് പറഞ്ഞല്ലോ. ഇനിയേ നമുക്ക് ചെയ്യാവുന്നത് അന്നത്തെ നമ്മൾ ചെയ്യേണ്ടതിൽ ഏറ്റവും 3 നമുക്ക് ഒഴിവാക്കാൻ പറ്റില്ല എന്ന് പറയുന്ന 3 ടാസ്കുകൾ കണ്ടുപിടിക്കുക. ലൈക്ക് കുക്കിംഗ് ആവാം, ലോണ്ട്രി. അപ്പോൾ നമുക്ക് എന്താണോ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് അതൊന്ന് നോട്ട് ചെയ്ത് വയ്ക്കുക. അതെന്തായാലും ഫിനിഷ് ചെയ്യണം എന്നുള്ളത് നമ്മൾ ഉറപ്പ് വരുത്തുക. അപ്പോൾ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ഉണ്ടാകുമ്പോഴത്തേനും ഇതിലുള്ള ഫോക്കസ് പോവാതെ അടുത്ത കാര്യങ്ങളും ചെയ്യണം, എന്നാൽ ഇത് മസ്റ്റായിട്ട് ചെയ്യണം എന്ന ആ ഒരു കൺസിസ്റ്റൻസി നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ ആ ഒരു ടോപ്പ് 3 പ്രയോറിറ്റീസ് എഴുതി വയ്ക്കുക. പിന്നെ മീൽ പ്ലാനിങ് ഒന്ന് ചെയ്യുക. ലൈക്ക് നേരത്തെ വീക്ക്ലി നമ്മൾ ചെയ്യുന്നതാണെങ്കിലും നമ്മൾ ഡെയിലിക്ക് വേണ്ടിയിട്ട് നമ്മളൊന്ന് ചെക്ക് ചെയ്യുക. അതുപോലെ എന്തെങ്കിലും എക്സ്ട്രാ വാങ്ങാനുണ്ടെങ്കിൽ അതും ഒന്ന് നോക്കുക. അന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ്, ലഞ്ച്, ഡിന്നർ, സ്നാക്ക് എന്തൊക്കെയാണെന്ന് നോക്കുക. അതിനകത്ത് ആവശ്യത്തിന് ഫാമിലിക്ക് വേണ്ട ന്യൂട്രീഷൻ എല്ലാം ഇൻക്ലൂഡ് ആവുന്നുണ്ടോ, ഇതൊക്കെ ഒന്ന് നേരത്തെ പ്ലാൻ ചെയ്യുമ്പോഴത്തേനും
ലാസ്റ്റ് മിനിറ്റ് നമുക്ക് സ്ട്രെസ് ഉണ്ടാവും. പിന്നെ എന്തെങ്കിലും ഫുഡ് ബാക്കി ഉണ്ടെങ്കിലോ ഒക്കെ ഉണ്ടെങ്കിൽ നമുക്ക് അതൊക്കെ യൂസ് ചെയ്യാമല്ലോ. അപ്പോൾ അതൊക്കെ ഒന്ന് നോക്കി ഓർഗനൈസ്ഡായിട്ട് പോകാൻ വേണ്ടിയിട്ട് നോക്കുക. അപ്പോൾ അതാണ് ചെറിയൊരു ഡെയിലി മീൽ പ്ലാനിങ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. പിന്നെ നമുക്ക് ക്ലീനിങ്ങും വീട്ടിലെ ജോലികളുടെയും ഒരു കാര്യങ്ങൾ നമ്മൾ എഴുതുക. അപ്പോൾ നമ്മൾ ഡെയിലി വീക്ക്ലി മന്ത്ലി ഒക്കെ പോയിട്ട് അങ്ങനെ നമ്മൾ സ്പ്ലിറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് അന്നത്തെ ഡെയിലി കാര്യങ്ങൾ എന്തൊക്കെയായിരിക്കും, പാത്രം കഴുകാനുണ്ടാവും, സർഫസസ് ഒക്കെ തുടച്ചെടുക്കാൻ, വാക്യൂം ചെയ്യാനുണ്ടാവും. പിന്നെ വീക്ക്ലി ആയിട്ട് നമ്മൾ ചെയ്യുന്ന ബാത്റൂം ക്ലീനിങ്ങോ അല്ലെങ്കിൽ ബെഡ്ഷീറ്റ്സ് മാറ്റുക, അങ്ങനെ പല കാര്യങ്ങളും നമ്മൾ മാറ്റി മാറ്റി ചെയ്യുമല്ലോ. അതുപോലെ മന്ത്ലി ആയിട്ട് വരുന്ന ചിലപ്പോൾ എന്തെങ്കിലും ഡീക്ലട്ടറിങ്ങോ അങ്ങനെ പാൻട്രി ഓർഗനൈസ് ചെയ്യാനോ. അപ്പോൾ ഇതെല്ലാം നമ്മൾ ചെയ്യുമ്പോഴത്തേനും നമുക്ക് കറക്റ്റായിട്ട് എന്തൊക്കെ ചെയ്തു, എന്തൊക്കെ ചെയ്യാനുണ്ട്, കൺസിസ്റ്റൻ്റ് ആവുന്നുണ്ടോ, ഇതൊക്കെ നമുക്ക് ഒന്ന് നോട്ട് ചെയ്ത് പോകാൻ പറ്റും. കുറേ നാൾ കഴിയുമ്പോൾ ഇത് നമുക്ക് ശരിക്കൊരു എന്താ പറയുക, ഓട്ടോമാറ്റിക്കായിട്ട് കാര്യങ്ങൾ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്നത് പോലെ വരും. പിന്നെ നമുക്ക് എന്തെങ്കിലുമൊക്കെ അപ്പോയിൻമെൻറ്റ്സ്, സ്കൂളിലെ കുട്ടികളുടെ കാര്യങ്ങളോ ഡോക്ടറെ കാണുന്നതോ വേറെ എന്തെങ്കിലും പരിപാടികളോ ഫാമിലി മീറ്റപ്പോ ഇതൊക്കെ ഉണ്ടെങ്കിൽ ഇതൊക്കെ ഒന്ന് നോട്ട് ചെയ്ത് വെക്കാം. അപ്പോൾ നമുക്ക് ഒരിക്കലും ഇതൊന്നും നമ്മൾ മിസ്സായി പോവില്ല. അപ്പോൾ ഇത് ബാക്കിയുള്ളവരോടും നമുക്ക് ക്ലിയറായിട്ട് നോട്ടിഫൈ ചെയ്യാനും ഒക്കെ പറ്റും. അപ്പോൾ നമുക്ക് കാര്യങ്ങൾ നമ്മുടെ ദിവസങ്ങൾ സ്മൂത്തായിട്ട് കൊണ്ടുപോകാൻ പറ്റും. അപ്പോൾ നമുക്ക് എല്ലാ കാര്യങ്ങളും നമ്മുടെ റെസ്പോൺസിബിലിറ്റീസൊക്കെ നമുക്ക് ചെയ്യുന്നതായിട്ട് നമുക്ക് ഫീൽ ചെയ്യും. പിന്നത്തെ ഒരു കാര്യം, സെൽഫ് കെയറിനും അല്ലെങ്കിൽ പേഴ്സണൽ ഒരു മീ ടൈമിനും നമ്മൾ ടൈം സെറ്റ് ചെയ്യുക. എല്ലാവർക്കും കാര്യങ്ങളുള്ള പോലെ നമുക്കും വേണ്ടിയിട്ടും സമയം വേണം അല്ലേ. ഒരു 20 to 30 minutes എന്തെങ്കിലും, റീഡിങ് ഇഷ്ടമാണെങ്കിൽ അത്, മെഡിറ്റേഷൻ ചെയ്യാനോ എക്സസൈസ് മസ്റ്റാണ്, ഹോബീസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത്. അപ്പോൾ ഇങ്ങനെ ഏതാണ് പ്രയോറിറ്റി അനുസരിച്ച് നമ്മളത് ചൂസ് ചെയ്യുക. അപ്പോൾ അതൊരു ബാലൻസ്ഡ് ലൈഫിന് നമുക്ക് ഹെൽപ്പ് ചെയ്യും അല്ലേ. പിന്നെ വേണമെങ്കിൽ നമ്മുടെ ഉറക്കം ട്രാക്ക് ചെയ്യാം, നമ്മുടെ വെള്ളം കുടിക്കുന്നതിൻ്റെ റിമൈൻഡേഴ്സ് ഇടാം. അതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടമാണ്, പലരും പല രീതിയിലല്ലേ. അപ്പോൾ ഓരോരുത്തരുടെ ഇമ്പോർട്ടൻസ് അനുസരിച്ച് ഈ സെൽഫ് കെയറിൻ്റെ കാര്യങ്ങളൊക്കെ നമുക്ക് നോട്ട് ഡൗൺ ചെയ്ത് വയ്ക്കാം. നല്ല ഹെൽത്തി ഹാബിറ്റ്സ് ഉണ്ടാക്കിയെടുക്കാനും പറ്റും. ഇനിയൊരു സ്പേസ് എന്ന് പറഞ്ഞാൽ നമുക്ക് നോട്ട്സ് ആൻഡ് ഐഡിയാസ്. പലരും നല്ല ക്രിയേറ്റീവായിട്ടുള്ള ആൾക്കാരായിരിക്കും അല്ലേ. അപ്പോൾ അതാ വരുന്ന ഐഡിയാസും ഇൻസ്പിറേഷണലായിട്ടുള്ള എന്തെങ്കിലും കാര്യങ്ങളും എല്ലാം നമുക്ക് എഴുതി വയ്ക്കാം. ചിലപ്പോൾ നമുക്ക് എന്തെങ്കിലും പുതിയ റെസിപ്പീസ് ആവാം, അല്ലെങ്കിൽ DIY ആയിട്ട് ചെയ്യുന്ന കാര്യങ്ങൾ, അല്ലെങ്കിൽ ഫാമിലി ആയിട്ട് ഒരുമിച്ച് ചെയ്യേണ്ട കാര്യങ്ങൾ, അല്ലെങ്കിൽ ഷോപ്പിങ്ങിൻ്റെ കാര്യങ്ങൾ. ഇങ്ങനെ നമ്മുടെ മനസ്സിൽ വരുന്ന ചിന്തകളെല്ലാം ഒരു പേജിൽ നോട്ട് ഡൗൺ ചെയ്ത് വയ്ക്കാം. നമ്മുടെ ഇപ്പോൾ ഡെയിലി കാര്യങ്ങളാണ് കേട്ടോ പറയുന്നത്. ഡെയിലി തന്നെ നമുക്ക് ചെയ്യാവുന്ന കുറേ കാര്യങ്ങളാണ് പറയുന്നത്. അപ്പോൾ നമ്മുടെ മനസ്സിൽ ആ സ്ട്രെസ്സും ഇതെല്ലാം വരുന്നുണ്ട്, പക്ഷേ ഇതൊന്നും ഒക്കെ അങ്ങ് വിട്ടു പോകുന്നൊരു സംഭവം ഉണ്ടാവുമല്ലോ നമ്മുടെ മനസ്സിൽ. അപ്പോൾ അതിന് ഒക്കെ നമ്മൾ ഈ ഒരു ബുക്ക് കീപ്പ് ചെയ്യുകയാണെങ്കിൽ ഈസി ആയിട്ട് നമുക്കിത് ചെയ്തു പോകാം. നമുക്ക് ഈസി ആയിട്ട് നമ്മുടെ മനസ്സിൽ ഒരു ബ്രെയിൻ ഡംപ് പോലെ ആ നോട്ട്സ് ആൻഡ് ഐഡിയാസ് എന്ന് പറയുന്ന സെക്ഷനിൽ നമുക്ക് എഴുതി വിടാം. ഇനിയുള്ളത് ഹാബിറ്റ് ട്രാക്കറാണ്. മിക്കവർക്കും അറിയുന്നതാണല്ലേ ഹാബിറ്റ് ട്രാക്കർ. നമ്മുടെ ഹാബിറ്റ്സ്, പുതിയ ഹാബിറ്റ്സ് ഉണ്ടാക്കുന്നത് കൺസിസ്റ്റൻ്റായിട്ട് നിലനിർത്തണം. അപ്പോൾ അതിനുള്ളൊരു മോട്ടിവേഷനിലാണ്. ലൈക്ക് നന്നായിട്ട് വെള്ളം കുടിക്കുന്നതോ എക്സസൈസ് ചെയ്യുന്നതോ അല്ലെങ്കിൽ ക്ലീനിങ് തന്നെ നമുക്കൊരു ഹാബിറ്റായിട്ട് വരാൻ വേണ്ടിയിട്ട് നമുക്ക് അങ്ങനെ ചെയ്യാം. അപ്പോൾ അത് നമ്മൾ കറക്റ്റായിട്ട് കാണാൻ വേണ്ടിയിട്ടാണ് ഈ ഹാബിറ്റ് ട്രാക്കർ വെക്കുന്നത്. ഓരോ ദിവസം തൊട്ടിട്ട് ടിക്കറ്റ് പോകുന്ന ആ ഒരു രീതി. അപ്പോൾ അത് ഇഷ്ടമുള്ളവർ അങ്ങനെ ചെയ്ത് അത് നല്ലൊരു ഹാബിറ്റാക്കി മാറ്റിയെടുക്കുക. പിന്നെ ഒരു ഫ്ലെക്സിബിൾ ആയിട്ടുള്ളൊരു സെക്ഷൻ വയ്ക്കുക. കുറച്ച് സ്പേസ് നമുക്ക് അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് ചിലപ്പോൾ എന്തെങ്കിലുമൊക്കെ ഒരു ഇവൻറ്റ്സ് വരും. അപ്പോൾ അതിനെ പറ്റിയിട്ട് അതിൻ്റെ കാര്യങ്ങൾ എഴുതാനോ പെട്ടെന്ന് ഗസ്റ്റ് വരുമ്പോൾ എഴുതാനോ അങ്ങനെയുള്ള ഒരു സെക്ഷൻ ലീവ് ചെയ്യാം. അപ്പോൾ നമുക്ക് പെട്ടെന്നൊന്ന് അഡാപ്റ്റ് ആവാനും കാര്യങ്ങൾക്കും എല്ലാം ആ ഒരു ടൈം നമുക്ക് ഹെൽപ്പ് ചെയ്യും ആ ഒരു സെക്ഷൻ. പിന്നെ നമുക്ക് ബഡ്ജറ്റൊക്കെ കറക്റ്റായിട്ട് നോക്കുന്നവരാണെങ്കിൽ ഡെയിലി എക്സ്പെൻസ്, ബില്ല്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നോക്കുക, ഫിനാൻസൊക്കെ പ്ലാൻ ചെയ്യുക. അപ്പോൾ നമ്മുടെ സ്ട്രെസ്സൊക്കെ കുറയും. ആ ഒരു ഫിനാൻഷ്യൽ പ്രശ്നങ്ങളുണ്ടെന്നുണ്ടെങ്കിൽ നമുക്കത് ബാലൻസ് ചെയ്ത് നമ്മളത് നന്നായിട്ട് മാനേജ് ചെയ്ത് പോകുമ്പോഴത്തേനും നമുക്ക് തന്നെ ഒരു കോൺഫിഡൻസും സമാധാനവും ഒക്കെ വരും ട്രാക്ക് ചെയ്ത് പോകുമ്പോഴത്തേനും. പിന്നെ നമുക്ക് എന്തെങ്കിലും വീട്ടിലെ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ, ലൈക്ക് വീട്ടിലെ ഏതെങ്കിലുമൊക്കെ ഒരു ഏരിയ നന്നാക്കുന്നുണ്ടെങ്കിൽ അങ്ങനത്തെ കാര്യങ്ങൾ, അല്ലെങ്കിൽ നമ്മൾ DIY ആയിട്ട് ചെയ്യുന്ന കാര്യങ്ങൾ, ഇതിൽ നമുക്ക് എന്തൊക്കെ ഡെയിലി വീക്ക്ലി എന്തൊക്കെ ചെയ്യാം, ആ ഒരു കാര്യങ്ങളും പ്രോഗ്രസ്സും ഒക്കെ നമുക്ക് ആ ഒരു സെക്ഷനിൽ എഴുതാം. അപ്പോൾ അത് നമുക്ക് ചില കാര്യങ്ങളൊക്കെ നമുക്ക് മടിയായിരിക്കും, അപ്പോൾ നമ്മളത് നീട്ടി വയ്ക്കും. അപ്പോൾ അങ്ങനെ നീട്ടി വെക്കാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മളതൊക്കെ നോട്ട് ഡൗൺ ചെയ്ത് വെക്കുന്നത് നല്ലതായിരിക്കും. പിന്നെ മോട്ടിവേഷണലായിട്ട് ഇഷ്ടമുള്ള ആൾക്കാരാണെങ്കിൽ നമ്മൾ
കോഡ്സ് എഴുതാനും അഫർമേഷൻസ് എഴുതാനും നമുക്ക് തന്നെ തോന്നുന്ന റിഫ്ലക്ഷൻസ് എഴുതാനും ഒക്കെ വേണ്ടിയിട്ട് ഒരു സ്പേസ് ഉണ്ടാക്കുക. അപ്പോൾ അത് നമുക്ക് സ്ട്രെസ്സ് കുറയ്ക്കാനും അതുപോലെ നമ്മുടെ വാല്യൂസ് ഇമ്പ്രൂവ് ചെയ്യാനും ഗോൾസിലെത്താനും എല്ലാം നമുക്ക് ഈ ഒരു സെക്ഷൻ നമ്മളെ ഹെൽപ്പ് ചെയ്യും. ഡെയിലി നമ്മളൊരു ഇൻസ്പിറേഷൻ നമുക്ക് തന്നെ കൊടുക്കുക. എങ്ങനെയാണ് പറ്റുകയെന്ന് വെച്ചാൽ, അപ്പോൾ ഞാനൊരു പ്ലാനർ സെറ്റപ്പിലാണെങ്കിൽ നമ്മൾ അതിന് വേണ്ടിയിട്ട് ഒരു പേജ് ഡെഡിക്കേറ്റ് ചെയ്യുക. അപ്പോൾ ശരിക്കും നമ്മൾ തന്നെ നമ്മുടെ മനസ്സിൻ്റെ ആ ഒരു കാര്യങ്ങളെല്ലാം തന്നെ നർച്ചർ ചെയ്യുന്ന പോലെയാണ് എപ്പോഴും നമ്മൾ ആ ഒരു ഇൻസ്പിറേഷണൽ ഏരിയ ചെയ്യേണ്ടത്. അത് നമ്മുടെ കോൺഫിഡൻസ് കൂട്ടാനും എല്ലാം ഹെൽപ്പ് ചെയ്യും.